എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മലബാർ സ്നാക്ക് ആയിട്ടാണ് കാണിക്കുന്നത്. ഏലാഞ്ചി എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. നല്ല അറിയാത്ത കുറച്ച് പേരുണ്ടാവുമല്ലോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിളായിട്ടുള്ള 4 മണി പലഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ കുറഞ്ഞ അളവിലാണ് ഞാൻ കാണിക്കുന്നത്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കുക. ഇനി ഈ ഒരു മൈദയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മുട്ടയാണ്. അപ്പോൾ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിത് ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ഒഴിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കട്ടിയൊന്നും ഇല്ലാതെ ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലേക്ക് നമ്മളതിനെ മാറ്റിയെടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ നല്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്. കണ്ടല്ലോ. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതിനൊരു ഫില്ലിംഗ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് എടുക്കുക. ആ നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് നുറുക്കിയതിട്ട് കൊടുക്കുന്നുണ്ട്. കിസ്മിസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കിസ്മിസും ചേർക്കാം. ഇനി രണ്ടും ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഇതൊന്ന് മൂത്ത് വരുമ്പം അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങയും ഈ നെയ്യിൽ നിന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് വന്നാൽ മതി. ഇനി നമുക്കിതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതുപോലെ തന്നെ ഫ്ലേവറിന് ഏലക്കായും കൂടെ ചേർക്കണം. അപ്പോൾ ഞാൻ രണ്ടും കൂടെ കൂട്ടിപ്പൊടിച്ചു. അപ്പോൾ പെട്ടെന്ന് കാര്യം നടക്കുമല്ലോ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. മധുരത്തിന് അളവൊന്നുമില്ല, നിങ്ങളുടെ താല്പര്യം പോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ്ങും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, ആ ബാറ്റർ ഉപയോഗിച്ചിട്ട് ദോശകൾ ചുട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ ബാറ്റർ വെച്ച് ചെയ്യുമ്പം ഏകദേശം ഒരു 6-7 ദോശയൊക്കെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വലുപ്പത്തിലുള്ളത്. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളായിട്ട് ചുട്ടെടുക്കുക. കരിയൊന്നും ചെയ്യാതെ ശ്രദ്ധിക്കുക. നൈസാക്കി ചെയ്യുക, അത്രയേ ഉള്ളൂ. നൈസാകുമ്പോഴാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. കട്ടിയാകുമ്പം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നൈസായിട്ട് ഉള്ള ദോശകളെല്ലാം ഇതേപോലെ തന്നെ ചുട്ട് എടുക്കുക. ഇപ്പോൾ എല്ലാ ദോശയും ഇതേപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റ് ചെയ്യുന്നതും കൂടെ കാണിച്ചു തന്നാൽ കാര്യം കഴിഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ദോശ എടുത്തിട്ട് നമ്മളിതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിങ് ഇതിനകത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് എടുക്കാനേ ഉള്ളൂ. അപ്പോൾ റോൾ ചെയ്തെടുക്കുമ്പം ആ സൈഡ് ഒന്ന് സീൽ ചെയ്യുന്ന രീതിയിൽ റോൾ ചെയ്യുകയാണെങ്കിൽ പുറത്ത് പോവാതെ ഇരിക്കും. അല്ലാതെ റോൾ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആകുമ്പോൾ പുറത്ത് പോവില്ല. അപ്പോൾ ഈ രീതിയിലൊന്ന് റോൾ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ ഏലാഞ്ചി ഇവിടെ റെഡിയാണ്. ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്തെടുക്കാം. വളരെ സിമ്പിളല്ലേ, ഞാൻ പറഞ്ഞ വെറുതെ അല്ലല്ലോ. അപ്പോൾ ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ബ്രേക്ക്ഫാസ്റ്റിനോ 4 മണി പലഹാരമായിട്ടോ ഒക്കെ നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പഴയ ആളുകൾക്ക് ഇത് വളരെ സുപരിചിതമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ഐറ്റം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനലിൽ ഒത്തിരി മലബാർ റെസിപ്പീസ് ഉണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണുക.